നമസ്കാരം, ഇത് മാവൻ പയ്യൽക്കോണമാണ്. ഞങ്ങളിവിടെ ഒരു വാർത്തെടുക്കൽ വന്നതാണ്. ഇത് തൊട്ട് പറഞ്ഞ് കാണാം. അത് കണ്ടോ, ആ ഒരു എന്താ പറയുക ലൈനിൽ കൂടെ ഒരു റബ്ബർ ഒടിഞ്ഞത് ഇപ്പോൾ വീഴാറായത്. ഞങ്ങളുടെ KSE വിളിച്ചു, ഇപ്പോഴും വിളിക്കാം. വേണ്ടത് നിങ്ങളുടെ മുമ്പ് വെച്ച് ഇപ്പോഴും വിളിക്കാം. ഇതുവരെ അവർ ഫോൺ എടുത്തിട്ടില്ല, ഫോൺ എടുക്കുന്നില്ല. ചെറിയ KSE ആണ്. ഞാൻ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അവർ ഫോൺ എടുക്കുന്നില്ല. ഇവിടെ കറണ്ട് സപ്ലൈ ഉണ്ട്. ഞാനിപ്പോൾ ഈ വീട്ടിലേക്ക് ലൈനൊക്കെ ഊരിയിട്ടു, സപ്ലൈ ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. മഴ പെയ്ത് ഈ പ്രദേശത്തെല്ലാം വെള്ളം, മൊത്തം വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇത് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ സപ്ലൈ ഉള്ള ഇതാണ്. ഇതാണ് അവസ്ഥ. എത്ര സമയമായിട്ട് ഞാൻ വിളിക്കുന്നറിയോ? കാരണം ഇത്രയും വീട്ടുകാരിവിടെ ഉണ്ട്. താഴെ ഒരു വയല് പോലെ മണ്ണെടുക്കുന്ന സ്ഥലമാണ്. അവിടെ കൂടെ കറണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പണിക്കാർ കഴിക്കുന്നുണ്ട്. എല്ലാവർക്കും വിഷയമാവും അത്. മോനെ നിങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നത് ചേട്ടാ ഇങ്ങോട്ട് തിരിച്ചേട്ടാ, ഇങ്ങോട്ട് തിരിച്ചേട്ടാ വിളിച്ച് കണ്ട. ഇതാണ് അവസ്ഥ. എത്ര സമയമായിട്ട് ഞാൻ വിളിക്കുന്നു? മറിഞ്ഞു 10-15 കോൾ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞാൻ മറിഞ്ഞു അവിടെ ഒഴിഞ്ഞു നിൽക്കുകയാണ്. കണ്ടല്ലോ ഇത് ബാക്കിൽ സപ്ലൈ ഉള്ള. ഞാൻ ഈ വീട്ടിലൊക്കെ ഫീസൊക്കെ ഊരി കളഞ്ഞു. ഇതാണ് അവസ്ഥ. നമ്മുടെ ഭരണ സംവിധാനങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇത്രയും ഭീകരമായ വിഷയമാണ്. സപ്ലൈ ഉള്ള ഒരു പോസ്റ്റും കൂടിയാണ്. ഒരു പക്ഷേ മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ പാടത്ത്, ഇവിടെ പാടമൊന്നുമല്ല, ഇവിടെ പാടമൊക്കെ ആയിരുന്നു. കുളമൊക്കെ നടത്തിയിട്ട് കുറേ ഭൂമാഫിയ ഇവിടെ മണ്ണൊക്കെ എടുത്തിട്ട് പോയി. അവിടെ പണിക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. 3-4 പോസ്റ്റ് അങ്ങ് പോവും. ഇത് ആൾക്കാർ വരുന്നു, അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറയും, ഇങ്ങോട്ട് വരണമെന്ന് പറയും. ഒക്കെ ആൾക്കാർ പറഞ്ഞ വഴിയാണ്. എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നത്. നമുക്ക് വിളിക്കാനല്ലേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എനിക്ക് ഒരു അങ്ങോട്ട് പോകാൻ ഒരു പേടിയാണ്. കാരണം ചില സാധനം ഇപ്പോൾ വീഴും അത്. ഇതാണ് അവസ്ഥ. ഒടിഞ്ഞ് പകുതിയായി. വിളിച്ചിട്ട് KSE വിളിച്ചിട്ട് ഒരു ഫോൺ എടുക്കുന്നില്ല. എന്ത് ചെയ്യും? നിങ്ങളെന്ത് ചെയ്യും? നമ്മുടെ നാട്ടുകാരെന്ത് ചെയ്യും? അവിടെ നിൽക്കും.